കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ UDF, വടകര SP ഓഫീസിലേക്ക് ഇന്ന് UDF മാർച്ച് സംഘടിപ്പിക്കും. വടകരയിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിൽ റിബേഷ് രാമകൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകിയ ഡിവൈഎഫ്ഐയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാകും UDFന്റെ പ്രതിഷേധം. ദീപക് ധർമ്മടമാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ദീപക്, ഗുഡ് മോർണിംഗ്. ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. തുടക്കം മുതൽ ഇതിൽ ഈ വാട്സപ്പ് സന്ദേശം അതിന്റെ അഡ്മിൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ ഈ രീതിയിൽ UDF പ്രതിഷേധം കടുപ്പിക്കുകയാണല്ലേ? യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചരണ ആയുധങ്ങളിൽ രണ്ട് മുന്നണിയും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പോരാട്ടം ഘടിപ്പിച്ചത് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെടുത്തിയായിരുന്നു. അതിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പാറക്കൽ അബ്ദുൾ ഉൾപ്പെടെയുള്ള UDF നേതാക്കളും അപ്പുറത്ത് LDF നേതാക്കളും വളരെ കൃത്യമായി തന്നെ അത് പ്രചരണ ആയുധമാക്കി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള ആരാണ് ഇത് ചെയ്തത് എന്നുള്ളതിൽ LDFന്റെ CPIMന്റെ DYFയുടെ പ്രവർത്തകർക്ക് നേരെയുള്ള ആരോപണം കടുക്കുന്നു. റിബേഷാണ് ചെയ്തത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. പക്ഷേ എന്നാൽ ഇന്നലെ റിബേഷിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടാണ് DYFഐയുടെ പ്രതിഷേധ പരിപാടി അവിടെ നടന്നത്. അതിൽ ഐക്യദാർഢ്യമായിരുന്നു അത് കൃത്യമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനാമം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. റിബേഷ് ആണെന്ന് തെളിയിച്ചാൽ ₹1,00,000 തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനാം പ്രഖ്യാപിക്കുന്നു. മറിച്ച് റിബേഷ് അല്ലാത്ത മറ്റൊരാളാണെന്ന് തെളിയിച്ചാൽ ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇനാം മറ്റൊന്ന് വരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി കഴിഞ്ഞു. ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ 10 മണിക്ക് വടകര, അതായത് കോഴിക്കോട് റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. UDF ആവശ്യപ്പെടുന്നത് റിബേഷിനെ പ്രതി ചേർക്കുക എന്നുള്ളതാണ്, സാക്ഷിയാക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ LDFന്റെ ഭാഗത്തു നിന്നും ഏത് അന്വേഷണവും നടക്കട്ടെ, റിബേഷ് അത് ചെയ്തെങ്കിൽ നടപടിയെടുക്കട്ടെ, റിബേഷ് ചെയ്തില്ല എന്നുള്ള നിലപാടിലാണ് DYFI. CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ UDFും BJPയും ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കലിൽ ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ള നിലയിലുള്ള പ്രതികരണവും വന്നിട്ടുണ്ട്. ഏതായാലും ഇതിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അഡ്മിൻ റിബേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനിടയിലായിരുന്നു അരവിന്ദ് SP-യുടെ സ്ഥലം മാറ്റം. ആ സ്ഥലം മാറ്റം ഇതിന്റെ പേരിലാണ് എന്ന പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ സ്ഥലം മാറ്റം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരവുമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് പുറത്തു വന്നത്. ഏതായാലും ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് വിവാദം കോഴിക്കോട്ടെ, കേരളത്തിലെ സജീവ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ഇന്നിപ്പോൾ UDFന്റെ പ്രതിഷേധ മാർച്ചും നടക്കുകയാണ്. സ്മിത. ശരി, താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.